ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ഉറപ്പാണ്. അത് സംശയിക്കേണ്ടുന്ന കാര്യമില്ല. കഴിഞ്ഞ ഒരു 9 വർഷക്കാലത്തെ കേരളത്തിന്റെ അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും UDF ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് നല്ല നിലയിൽ ബോധ്യപ്പെടുന്നതാണ്. മാത്രമല്ല, കേന്ദ്രത്തിൽ RSS സംഘപരിവാർ ശക്തികൾ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് അധികാരത്തിൽ തുടരുകയാണ്. ഈ രണ്ട് ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഒരു ബദൽ നിലപാടുകൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഭരണത്തിൽ തുടർച്ച ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ സമ്മേളനത്തിന്റെ ചില പ്രത്യേകതകൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാവി കേരളത്തിന്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട ഒരു രേഖ, ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട്. അത് വെറുതെ അവതരിപ്പിച്ചു പോവുക എന്നുള്ളതല്ല, അത് സംബന്ധിച്ച് പ്രതിനിധികൾക്കുള്ള സമ്മേളനത്തിന്റെ ചർച്ച വളരെ വിശദമായിട്ട് നടക്കും. അങ്ങനെ ചർച്ചയ്ക്ക് ശേഷം ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഭാവി കേരളത്തിന് ആവശ്യമായിട്ടുള്ള നിലപാടുമായി CPIM മുന്നോട്ട് പോകും. കഴിഞ്ഞ സമ്മേളനത്തിലും കേരളത്തിന്റെ ഭാവി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കാം, ഇത് സംബന്ധമായ ഒരു വിശദമായ ചർച്ച കഴിഞ്ഞ സമ്മേളനത്തിലും നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പോഴും അതിനുശേഷമുള്ള അനുഭവങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് പുതിയ രേഖ അവതരിപ്പിക്കുകയും ആ രേഖയുടെ അടിസ്ഥാനത്തിൽ ഭാവി കേരളത്തിന് ഇനി ശേഷിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ആവശ്യമായ നിലപാടുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. സംഘടനാ വിഷയങ്ങൾക്ക് വികസന ചർച്ചകൾക്കാണ് കൂടുതൽ പ്രാധാന്യം പാർട്ടി കൊടുക്കുന്നത് തോന്നുന്നത്. രണ്ടും പാർട്ടി സംഘടനാപരമായ കാര്യങ്ങൾക്ക് അർഹമായ പരിഗണന പാർട്ടി നൽകുന്നുണ്ട്. അതില്ലാതെ സമ്മേളനം നടത്തിപ്പോകാൻ കഴിയില്ല. സമ്മേളനങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ നമുക്കൊരു മാർഗനിർദ്ദേശമുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ അനുഭവങ്ങളെല്ലാം സമ്മേളനത്തിന്റെ ഭാഗമായി പരിശോധിക്കുകയാണ്. അത് പ്രധാനമായിട്ട് സംഘടനാപരമാണ്. ആ സംഘടനാപരമായ പരിശോധന ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഈ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തും എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടർഭരണത്തിൽ ആര് മുന്നണി നയിക്കണം എന്നാണ് ചർച്ചകൾക്ക് സമയമായിട്ട്. അല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് CPIM ആണ്. അതിലൊരു വ്യത്യസ്തമായ നിലപാടെടുക്കേണ്ട കാര്യമില്ലല്ലോ കേരളത്തിലെ ജനങ്ങളുടെ. അത് ആ ഘട്ടത്തിലാണ് പാർട്ടി തീരുമാനിക്കുക. അതുകൊണ്ട് നേതാവും നേതൃത്വവും ഇല്ലാത്ത ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അത് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമുള്ള പ്രശ്നമല്ല. അത് തീരുമാനിക്കേണ്ട ഘട്ടത്തിൽ അത് കൃത്യമായി തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ്. മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു ഏർപ്പാട് CPIM-നില്ല. പിണറായി ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ നേതാവാണ്. കേരളത്തിലെ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ശക്തനായ നേതാവ് പിണറായി തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കാര്യം ഇവിടെ തീരുമാനമെടുക്കും എന്നുള്ളതല്ല. മുഖ്യമന്ത്രി അതിന്റെ ഘട്ടത്തിൽ ആരാവണം എന്നുള്ളത് അപ്പൊ തീരുമാനിക്കും. പാർട്ടി അനുഭാവികൾ മദ്യപിക്കുന്നതിൽ കുഴപ്പമില്ല എന്നല്ല, കഴിയുന്നത്ര അത് ഒഴിവാക്കണം. പാർട്ടി അനുഭാവികളുടെ പേരിലൊന്നും നടപടിയെടുക്കാൻ പറ്റില്ലല്ലോ. പാർട്ടി അംഗങ്ങൾ ഒരു ഭരണഘടനാപരമായി പാർട്ടി ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. അവര് മദ്യപാനികളാകാൻ പാടില്ല. അത് ഭരണഘടന നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കർശനമായി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതും ഇതായിട്ടൊന്നും ബന്ധമില്ല. ഇനിയിപ്പോ CPIM-ലെ മുഴുവൻ ആളുകൾ മദ്യപിക്കുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മദ്യപാനം പൂർണ്ണമായിട്ട് ഒഴിവാകും. മനുഷ്യന്റെ ഉത്ഭവം മുതൽ ലഹരിയുടെ ഉപയോഗവുമുണ്ട്. അതിനെ ബോധവൽക്കരണത്തിലൂടെ കർശനമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതാണ് 2016 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഗവൺമെന്റ് മുൻകൈയെടുത്ത് ലഹരി വർജനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോവുകയാണ്. അതാണ് വിമുക്തി. അതിപ്പോഴും തുടരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിന്റെ ഒരു ഗൌരവസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് സമൂഹത്തെ ആകെ ഒന്നിപ്പിച്ച് ലഹരിക്കെതിരായിട്ടുള്ള പ്രചാരണം ശക്തിപ്പെടുത്താൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ പ്രശ്നം ഉയർന്നു വന്നു. നിയമസഭാ സമ്മേളനം അത് സംബന്ധിച്ചുള്ള ഒരു പൊതു ഏകകണ്ഠമായ
ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഏകകണ്ഠമായ ഒരു പൊതുധാരണയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ലഹരിക്കെതിരായിട്ട് യോജിക്കാൻ കഴിയാവുന്ന എല്ലാവരെയും യോജിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാട്. CPIMലെ അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ല എന്നുള്ളത് ഭരണഘടനാപരമായ തത്വമാണ്. അതാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്.